അപ്പുവിനെ ലക്ഷ്മിയമ്മേനെയും കൂട്ടിക്കൊണ്ടു പോകുന്ന സച്ചിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത്. തുടർന്ന് മഹേഷിനെ വിളിക്കുന്ന സച്ചി അത്യാവശ്യമായി കാർത്തികിനെ വിളിക്കണമെന്നും കാര്യങ്ങളെല്ലാം അവൻ പറയുമെന്നും പറയുന്നു. പിന്നീട് വീട്ടിലെത്തുന്ന സച്ചി നീ പെട്ടെന്ന് കുളിച്ച് റെഡിയായി വരാൻ രേവതിയോട് പറയുന്നു. ഇത് കേട്ട് രേവതി സച്ചിയോട് കാര്യങ്ങൾ തിരക്കുമ്പോൾ ഇന്നു മുതൽ നീ പുതിയ രേവതിയാണെന്നും നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരാൻ പോവുകയാണെന്നും കുറച്ച് കഴിയുമ്പോൾ നിനക്ക് കാര്യമെല്ലാം മനസ്സിലാകുമെന്നും സച്ചി പറയുന്നു. ശേഷം സച്ചി തന്നെ ഒരു സാരി സെലക്ട് ചെയ്ത് രേവതിക്ക് കൊടുക്കുകയും പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വരാൻ പറഞ്ഞ് രേവതിയെ ബാത്റൂമിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു. പിന്നീട് സച്ചി മഹേഷിനെ മറ്റുള്ളവരെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുകയും പെട്ടെന്ന് വരാനും പറയുന്നു. ഇതേ സമയം അവിടെ എത്തുന്ന ചന്ദ്രമതി ഇവൻ എന്തു പറ്റിയെന്ന് മനസ്സിൽ ചിന്തിക്കുന്നു. ശേഷം കുളിച്ചൊരുങ്ങി മുല്ലപ്പൂ വെക്കുന്ന രേവതിയെ കാണിക്കുന്നു. ഇതേ സമയം അവിടെ എത്തുന്ന സച്ചിക്ക് ഒരുങ്ങി നിൽക്കുന്ന രേവതിയെ കണ്ട് ഒരുപാട് സന്തോഷമാവുകയും ഈ വേഷത്തിൽ നിന്നെ കണ്ട പൂന്തോട്ടത്തിൽ ഒരു നല്ല പൂവിനെ പോലെ ഉണ്ടെന്നും എനിക്ക് നിന്നെ എന്നും ഇങ്ങനെ കാണണമെന്നുണ്ടെന്നും സച്ചി പറയുന്നു. ശേഷം എവിടേക്കാണ് പോകുന്നതെന്ന് തിരക്കുന്ന രേവതിയോട് കുറച്ച് കഴിയുമ്പോൾ നിനക്ക് എല്ലാം മനസ്സിലാകുമെന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്നും പോകുന്നു. പിന്നീട് ഹാളിലെത്തുന്ന സച്ചി എല്ലാവരെയും ഹാളിലേക്ക് വിളിച്ചു വരുത്തുകയും എല്ലാവരും പെട്ടെന്ന് കുളിച്ച് റെഡിയായി വരാനും ഒരു സ്ഥലം വരെ അത്യാവശ്യമായി പോകണമെന്നും പറയുന്നു. തുടർന്ന് എല്ലാവരും എവിടേക്കാണെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നും അച്ഛൻ ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യമാണെന്നും സച്ചി പറയുന്നു. തുടർന്ന് സച്ചിയുടെ നിർബന്ധം മൂലം പെട്ടെന്ന് റെഡിയായി വരാൻ രവീന്ദ്രൻ എല്ലാവരോടും പറയുന്നു. ശേഷം എല്ലാവരും റെഡിയായി സച്ചിക്കൊപ്പം പോകുന്നു. തുടർന്ന് രേവതിയുടെ കുടുംബക്കാരെയും പരിചയക്കാരെയും കാണുന്നതോടെ രേവതിക്ക് ഒരുപാട് സന്തോഷമാകുന്നു. ഇത് കണ്ട് ചന്ദ്രമതിക്ക് ദേഷ്യം വരുന്നു. തുടർന്ന് സച്ചി എല്ലാവരെയും കൊണ്ട് നടന്നു ചെല്ലുകയും പൂക്കട കാണിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട് രേവതിക്കും രവീന്ദ്രനും ഒരുപാട് സന്തോഷമായെങ്കിലും ചന്ദ്രമതിക്ക് ദേഷ്യം വരുന്നു. തുടർന്ന് സച്ചിയേട്ടൻ ചേച്ചിക്ക് വേണ്ടി ഇട്ട കടയാണിതെന്ന് ശരത്ത് പറയുന്നതോടെ രേവതിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറയുന്നു. തുടർന്ന് നിന്നെ ഒരു വേലക്കാരിയാക്കാൻ ഞാൻ അനുവദിക്കില്ലെന്നും നിനക്കറിയാവുന്ന തൊഴിൽ ചെയ്ത് നീ വരുമാനം ഉണ്ടാക്കണമെന്നും ഇതൊരു വലിയ വിജയമായിരിക്കുമെന്നും ഈ പൂക്കട ഞാൻ നിനക്ക് തരുന്ന സമ്മാനമാണെന്നും സച്ചി പറയുന്നതോടെ രേവതിക്ക് ഒരുപാട് സന്തോഷമാവുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.